ഹലോ ഗായ്സ്, വെൽക്കം ടു സാൽറോ. ദിസ് ഈസ് മൈ ചാനൽ. അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ഈ റോബോട്ടിന്റെ ഫുൾ മേക്കിംഗ് വീഡിയോ യൂട്യൂബിൽ ഇടാൻ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ റോബോട്ടിനെ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കോമ്പണൻസും നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. 2 wheels, 2 motors, ESP32, OLED ഡിസ്പ്ലേ, മോട്ടർ, ഡ്രൈവർ, ടച്ച് സെൻസർ ആൻഡ് ആവശ്യത്തിനുള്ള ടൂൾസ്, റോബോട്ടിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബോഡി പാർട്സും സ്ക്രൂസും നെറ്റും ഒക്കെ. ഗൈസ്, ആദ്യം തന്നെ ഇനി നമുക്ക് ഈ ബോഡി അസംബിൾ ചെയ്തെടുക്കണം. നമ്മൾ ഒരു മോട്ടറോടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തു. ബട്ട് ഇതുപോലത്തെ ഒരു നെറ്റ് ഇവിടെ ചടി പോയി ഗൈസ്, കാണുന്നില്ല. അത് അപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞത് ഇവിടെ വെച്ച് ചെയ്യുന്നു. ഞാനത് നോക്കിയില്ല. നെറ്റിലെ 2 മോട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ഗൈസ്, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു നെറ്റില്ല. സോ ഈ സ്ക്രൂ ഇപ്പോൾ അനാഥനായിട്ടാണ് നിന്ന് നിൽക്കുന്നത്. സോ അതെവിടെ ചാടി പോയി ഗൈസ്. പ്രശ്നമില്ല, ഇത് ടൈറ്റ് ആക്കിയപ്പോൾ ഇത് ഇവിടെ നിന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ. നമുക്കതിന് വേറെ ഒന്ന് വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാം. മോട്ടർ ഡ്രൈവറും നമ്മളിതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മോട്ടറിൽ ഗൈസ്, എൻ്റെ കയ്യിലുള്ള ഈ ഒരു മോട്ടർ ഡ്രൈവർ ഞാൻ ഓൺലൈൻ സൈറ്റിലൊന്നും കണ്ടിട്ടില്ല. സോ ഇത് വേറൊരു കിറ്റാണ് ആക്ച്വലി. സോ അതിൻ്റെ കൂടെ കിട്ടിയതായിരുന്നു. സോ L29810 എന്ന് പറഞ്ഞിട്ടൊരു മോട്ടർ ഡ്രൈവർ ഉണ്ട്. സോ അത് വെച്ചിട്ടുള്ള സർക്യൂട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഈ എല്ലാ കോമ്പണൻസും നമുക്ക് സോൾഡർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാണ്ട് ഇപ്പോൾ. സോ അത് കുറേ ടൈം ആകും. സോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് സർക്യൂട്ട് കാണിച്ചു തരാം. അത് അതുപോലെ സെറ്റ് ചെയ്യാം. OLED ഡിസ്പ്ലേയിൽ നമ്മൾ 4 വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ OLED ഡിസ്പ്ലേ, അതുപോലെ ടച്ച് സെൻസറൊക്കെ നമ്മൾ ഈ ഒരു ESP-ലോട്ട് സോൾഡർ ചെയ്ത് കണക്ഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഈ ഹെഡിലോട്ട് ഇതെല്ലാം അസംബിൾ ചെയ്ത് വെക്കാം. ആദ്യം ഈ ഒരു ടച്ച് സെൻസർ നമ്മൾ ഇതുപോലൊരു മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇതുപോലെ നമ്മൾ കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ 3D പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഹെഡ് എടുത്തിട്ട് ഹെഡിൻ്റെ ടോപ്പ് ഭാഗം ഈ മുകൾ വശത്തായിട്ട്, അതായത് ഇവിടെ നമ്മൾ ഒട്ടിച്ച് വെക്കണം. ഇതുപോലെ കറക്റ്റ് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത 3D പ്രിൻ്റ് പാർട്ട്, അതായത് നമ്മുടെ ഈ റോബോട്ടിൻ്റെ ഹെഡ് വെക്കുന്ന ഒരു പാർട്ടാണിത്. സോ അതിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ OLED ഡിസ്പ്ലേ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, സ്റ്റിക്ക് ചെയ്ത് വെക്കണം. സോ ആദ്യം ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു OLED ഡിസ്പ്ലേ ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. കറക്റ്റ് ഓക്കെ. ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റ് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇത് പയ്യെ അങ്ങോട്ടേക്ക് ഒട്ടിക്കുക. ഓക്കെ, ഇതിവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഓക്കെ, കണ്ടോ ഗൈസ്. ഇനി ഈ ഒരു എഴുത്തൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇൻസുലേഷൻ ടൈപ്പിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതിൽ ഒട്ടിച്ച് വെക്കുക. നമ്മുടെ ഹെഡിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണക്ഷൻസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോട്ടർ ഡ്രൈവറും കൂടിയാണ് ഇതിലോട്ട് സോൾഡർ ചെയ്ത് വെക്കാനുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനൊരു പുതിയ കണക്ഷൻ ഇതിൽ നിന്ന് ESP-യിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന ഡ്രൈവറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കുമ്പോൾ in 1, in 2, in 3, in 4. അപ്പോൾ ഈ ഇൻപുട്ടിലോട്ട് നമ്മൾ അതിൻ്റെ സിഗ്നൽ കണക്ട് ചെയ്യണം. ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കണക്ഷൻസും ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, മോട്ടർ ഡ്രൈവറിൽ നിന്ന് ഞാൻ ESP പവർ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് 7 വോൾട്ടിൻ്റെ ഒരു ലിപ്പോ ബാറ്ററിയാണ്. ഇത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് 5 വോൾട്ടിൻ്റെ ശരിക്കും ഒരു അഡാപ്റ്റർ ജാക്കാണിത്. 7 വോൾട്ട് ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ ഇവിടെ ബ്ലിങ്ക് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ കണക്ഷൻസ് എല്ലാം ഓക്കെയാണ്. കോഡ് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇതെല്ലാം ഒന്ന് റീഅസംബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കട്ടെ. ESP നമ്മൾ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളിവിടെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മളിതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഹെഡ് ഇതിൽ നമ്മളെന്ത് ചെയ്യും, ഈ ഹെഡ് എടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യും. ഗൈസ്, നമ്മൾ സർക്യൂട്ട് എല്ലാം റെഡിയാക്കി. ബട്ട് എവിടെയോ എന്തോ ഒരു തകരാറ്.
ഞാനത് കണ്ടുപിടിച്ചു ഗൈസ്, ഞാൻ കാണിച്ചു തരാം. അതായത് ഗൈസ്, നമ്മുടെ ഈ ഒരു ബോഡി കവർ നമ്മളിതിലിടാൻ മറന്നുപോയി. സോ ഞാനിത് എങ്ങനെയൊക്കെ പിടിച്ചതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. സോ നിങ്ങളിത് ചെയ്യുമ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ആദ്യം ഇതിടാൻ. ഓക്കെ ഓക്കെ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു കട്ടുണ്ട്. അത് നമുക്ക് ഈ വയറ് പുറത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ പുറത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പോർഷൻ, ഈ ഒരു പാർട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ക്ലോസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ശരിക്കും ഇത് ഇവിടുന്ന് 3D പ്രിൻ്റ് ചെയ്തിട്ട് ഈ ഹോളിൽ ഇത് ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. സോ അടുത്ത എന്താ പറയുക, ഒരു പാർട്ടിലൊക്കെ നമുക്കത് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാലും മതി, അത് നേരെ നിൽക്കും. ആക്ച്വലി ഗൈസ്, ഇത് സ്റ്റിക്ക് ചെയ്യാതെ തന്നെ ഈ 4 നെറ്റ് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിവിടെ കറക്റ്റ് നിൽക്കുന്നുണ്ട്, കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് ഫ്ലഷ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഹെഡ് കൂടെ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഒട്ടിക്കൽ പരിപാടിയാണിത്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താ പറയുക, അടുത്തതിൽ നമുക്ക് എന്തായാലും സെറ്റ് റോബോട്ട് ഉണ്ടാക്കിയെടുക്കാം. കാരണം ഇതിൻ്റെ ചെറിയൊരു ഭാഗം പൊട്ടിപ്പോയി. സോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗൈസ്, ഇവിടെ ഹെഡ് വെക്കാൻ 2 ഹോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗം പൊട്ടിപ്പോയി. എന്ത് ചെയ്യാനാ, ഞാൻ അറിയാതെ പൊട്ടിപ്പോയി. കുഴപ്പമില്ല, സെറ്റാക്കാം, ഒട്ടിച്ച് വെക്കാം. ഫ്ലഷ് ക്യൂക്ക് ഇട്ട് പയ്യെ ഇവിടങ്ങ് ഒട്ടിക്കാം. ഓ ശുഭം, നന്നായിട്ട് നിൽക്കുന്നുണ്ടേ. ഫൈനലി ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കാണുന്ന വീൽസ് നമുക്ക് ഈ റോബോട്ടിൽ സെറ്റ് ചെയ്ത് വിടാം. ഇപ്പം നമ്മൾ 2 വീലും സെറ്റ് ചെയ്ത് ഗൈസ്, പറയാൻ മറന്ന് വിട്ടുപോയ ഒരാളാണ് നമ്മുടെ ഈ ബോൾ കാസ്റ്റർ. ഇതും നമുക്കിവിടെ സ്ക്രൂ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിപ്പോൾ തൽക്കാലം ഡബിൾ സൈഡ് ഇവിടെ സ്റ്റോക്കാണ്. സോ പയ്യെ ഇവിടെ ഒട്ടിച്ച് വെക്കാം. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ ഗൈസ്, ജസ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കാൻ. ഓക്കെ പെർഫെക്റ്റ്. ഇനി മറിഞ്ഞു വീഴാതെക്കാൻ വെയിറ്റ് ബാലൻസിനായിട്ട് നമ്മുടെ ബാറ്ററിയും ഇവിടെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാം. ഇത് പോരാ തോന്നുന്നു, കുറച്ച് വലുത് വെക്കാം. ശരിക്കും ഒരു കാസ്റ്ററും കൂടെ എൻ്റെ കയ്യിലുണ്ട്, ഇത് ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ചെറുതായിട്ടൊന്ന് പണിപാളി, അപ്പോൾ ഇത് നാശമായിട്ടുണ്ട്. സോ ഹിയർ വി ഗോ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് പവർ ചെയ്ത് നോക്കാം. അയ്യോ പവർ ചെയ്യുന്നു. യാ വി ക്യാൻ സീ ഹിയർ ഇത് കണ്ണിങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട്. സോ ടച്ച് ചെയ്ത് നോക്കാം. ഓക്കെ പെർഫെക്റ്റ്. പിന്നെ ഗൈസ്, ഇത് വൈഫൈയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഈ കാണുന്ന വീഡിയോ എടുക്കുന്ന ഫോൺ മാത്രമേ ഉള്ളൂ. സോ കൺട്രോളും പിന്നെ വീഡിയോ എടുക്കലും നടക്കില്ലല്ലോ, സ്വാഭാവികം. സോ അതുകൊണ്ടാണ് അത് കാണാത്തത്. എന്തായാലും കോഡും പിന്നെ അതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ റോബോട്ടിൻ്റെ ഫുൾ കോമ്പണൻസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റോബോട്ടിക്സിൻ്റെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, ടാറ്റ.